ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഒരു ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിലേക്ക് ഇൻകമിംഗ് കോൾ വരികയും സമയത്ത് ആരാണോ വിളിക്കുന്നത് അവരുടെ ഫോട്ടോ നമ്മളുടെ ഫുൾ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സെറ്റിങ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ തുടർന്നും ഇതുപോലെ ഉപകാരപ്പെടുന്ന, അറിവ് നേടാൻ പറ്റുന്ന, ഇൻഫോർമേറ്റീവ് എന്ന ഇൻട്രസ്റ്റീവ് ആവുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ. പുതിയൊരു ചാനലാണ്, മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ കോമൺ ആയിട്ട് നമ്മളെല്ലാവരുടെ മൊബൈലും ഒരു ഡയൽ പാഡ് വരുന്നതായിരിക്കും. സോ നിങ്ങൾ ആ ഒരു ഡയൽ പാഡ് അല്ല, നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ കഴിഞ്ഞിട്ട് ഫോണിൽ നിന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫോൺ ബൈ ഗൂഗിൾ, അതായത് ഈ ഗൂഗിളിൻ്റെ ഈ ഒരു ഡയൽ പാഡാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് നിങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുത്തോളൂ. ദെൻ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മളെ കോൺടാക്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. ദെൻ നിങ്ങൾ സെർച്ച് കോൺടാക്ട് എന്ന ഭാഗത്ത് വന്നിട്ട് നിങ്ങൾക്ക് ആരുടെ ഫോട്ടോയോ ആരുടെ കോൺടാക്റ്റ് ആണോ നിങ്ങൾക്ക് ഫോട്ടോ ചെയ്യേണ്ടത് അവരുടെ കോൺടാക്റ്റ് എടുക്കുക. ദെൻ നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരു പെൻസിൽ ഐക്കൺ കാണാൻ സാധിക്കും, അതാണ് എഡിറ്റിൻ്റെ ഓപ്ഷൻ. നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, അതായത് നിങ്ങൾക്ക് ഇതിൽ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനും അതുതന്നെ കോളിംഗ് കാർഡായിട്ട് വെക്കാനും സാധിക്കും. അതായത് നമ്മൾ കോളിംഗ് കാർഡ് വെക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ദെൻ നിങ്ങൾക്ക് ഇവിടെ ഈ പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം നിലവിൽ കോൾ ഇങ്ങനെ ആയിരിക്കും, അതായത് കോളിംഗ് കാർഡ് ഇങ്ങനെ ആയിരിക്കും. കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ബ്ലാങ്ക് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് ഫോട്ടോ ചെയ്യണമെങ്കിൽ ഈ ഗാലറിയുടെ ഓപ്ഷൻ എടുത്തിട്ട് അവരുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിപ്പം സിസ്റ്ററിൻ്റെ ആണ്, സോ അവരുടെ ഫോട്ടോ ഇവിടെ ഞാൻ ആഡ് ചെയ്തു. ദെൻ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പേര് നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും, റെഡ് ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പേരിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഫോണ്ടിൻ്റെ സ്റ്റൈൽ ഒരു ബോൾഡായിട്ട് വരുന്ന രീതിയിൽ അങ്ങനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡൺ എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചറും അതുപോലെ ആഡ് ചെയ്യണമെങ്കിൽ കൺഫേം ആൻഡ് ക്രോപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതേ ഫോട്ടോ തന്നെ നമുക്ക് ഒരു സർക്കിളിൽ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ അത് നിങ്ങൾ ഇതുപോലെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇവിടെ ആ ഒരു പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സേവ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങോട്ട് ഈ ഒരു നമ്പറിൽ നിന്ന് കോൾ വരുന്ന സമയത്ത് അതുപോലെ വരുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഞാൻ അതിന് വെയിറ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി നമുക്ക് ഇത് എനേബിൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ സെറ്റിങ്സിൽ വരികയാണെങ്കിൽ സെറ്റിങ്സിൽ നിങ്ങൾ ഏറ്റവും താഴത്തായിട്ട് കോളിംഗ് കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ഇവിടെ ഒരാളത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട്, അതായത് നമ്മൾ നേരത്തെ കോളിംഗ് കോഡ് സെറ്റാക്കിയല്ലോ അതേ ഓപ്ഷൻ തന്നെയാണ്, മറ്റൊരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. സോ ഈ ഒരു ഭാഗം ചിലപ്പം സ്ക്രീൻ റെക്കോർഡ് ബ്ലാക്ക് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം ഇതുപോലെ ഞാനൊരു കോൺടാക്ട് ലിസ്റ്റ് നമ്പർ എടുത്തിട്ടുണ്ട്. സോ അവരുടെ നമ്പർ നമ്മൾ സെലക്ട് ചെയ്ത് അവരുടെ ഒരു ഫോട്ടോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് പേരും കാര്യങ്ങളും അതിൻ്റെ ആ ഒരു ഫോണ്ടും അതുപോലെ തന്നെ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ അതും ആഡ് ചെയ്തു. അപ്പം ഈ ഒരു രീതിയിലും നമുക്ക് കോളിംഗ് കാർഡ് ആഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഞാൻ ആഡ് ചെയ്ത് വെച്ച നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വരുന്ന സമയത്ത് അതുപോലെ വരുന്നുണ്ടോ, ഫുൾ സ്ക്രീനിൽ അവരുടെ ഫോട്ടോ കാണിക്കുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോൾ വന്നിട്ടുണ്ട്, ഞാൻ ആ കോൾ എടുക്കുന്നു. ദെൻ ഇതുപോലെ നമ്മളുടെ ആ ഒരു കോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഓരോ വ്യക്തിയുടെയും അവരുടെ ഫോട്ടോസ് നിങ്ങളിതിലേക്ക് ആഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് ആരാണോ വിളിക്കുന്നത് നമുക്ക് പ്യുവറായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നും നല്ല നല്ല യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.